നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജനുവരി മാസം 10-ാം തീയതി ശനിയാഴ്ച ദിവസം. നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും നിങ്ങൾക്ക് സർക്കാർ അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. വെബ്സൈറ്റിലും നിങ്ങൾക്ക് സർക്കാർ അറിയിപ്പുകൾ ലഭ്യമാവുന്നതാണ്. അതിനായി www.janakshemamedia.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ഇനി മുതൽ വളർത്തു മൃഗങ്ങളെ ഉപേക്ഷിച്ചാൽ കനത്ത വില നൽകേണ്ടി വരും. വളർത്തു നായകളെ തെരുവിൽ ഉപേക്ഷിക്കുന്നത് തടയാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും സംസ്ഥാന മൃഗക്ഷേമ ബോർഡും നീക്കങ്ങൾ തുടങ്ങി. തെരുവ് നായ്ക്കളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിനായി കർശനമായ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ സുപ്രീം കോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ നടപടി. പഞ്ചായത്ത് രാജ് ആക്ടിലും മുനിസിപ്പൽ ചട്ടത്തിലും ഭേദഗതി വരുത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇത് പ്രകാരം വളർത്തുമൃഗങ്ങളെ ഉപേക്ഷിക്കുന്ന ഉടമകൾക്ക് 5000 രൂപ പിഴയും 6 മാസം വരെ തടവ് ശിക്ഷയും ലഭിക്കും. നിയമം കർശനമാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് രാജ് നിയമത്തിലും കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലും പുതിയ റെസ്പോൺസിബിൾ പെറ്റ് ഓണർഷിപ്പ് വകുപ്പ് ഉൾപ്പെടുത്തും. മൃഗങ്ങളെ അശ്രദ്ധമായി വളർത്തുന്നതിനെതിരെ നടപടി സ്വീകരിക്കാൻ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 291 സ്വീകരിക്കും. നിയമലംഘനങ്ങൾക്ക് പിഴ, തടവ് അല്ലെങ്കിൽ രണ്ടും ലഭിക്കാവുന്ന കുറ്റമാണിത്. ഇതുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നും സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് അംഗം ആർ വേണുഗോപാൽ പറഞ്ഞു. വളർത്തു നായ്ക്കളെ ഉപേക്ഷിക്കുന്നത് സംസ്ഥാനത്ത് തെരുവ് നായ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിന് പിന്നാലെ ഒരു കാരണമാണ്. നായകൾക്ക് ലൈസൻസിങ്ങും ആന്റി റാബിസ് വാക്സിനേഷനും നിർബന്ധമാക്കും. കൂടാതെ എല്ലാ വളർത്തു മൃഗങ്ങൾക്കും മൈക്രോ ചിപ്പ് ഘടിപ്പിക്കും. ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കളുടെ ഉടമകളെ കണ്ടെത്താനും നിയമ നടപടി സ്വീകരിക്കാനും ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പെറ്റ് ഷോപ്പുകൾക്കും ലൈസൻസും രജിസ്ട്രേഷനും നിർബന്ധമാക്കാനും സംസ്ഥാനം പദ്ധതിയിടുന്നുണ്ട്. കേന്ദ്ര നിയമങ്ങൾ നടപ്പിലാക്കാൻ മൃഗക്ഷേമ ബോർഡ് തീരുമാനിച്ചതായി ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷനും ലൈസൻസിങ്ങിനുമുള്ള അപേക്ഷാ ഫോമുകൾ മൃഗസംരക്ഷണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണെന്ന് ആർ വേണുഗോപാൽ അറിയിച്ചു. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി പരിഷ്കരിക്കുന്നു. സമഗ്ര ശിക്ഷ അഭിയാൻ 3.0 എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുതിയ പതിപ്പ് അടുത്ത അധ്യയന വർഷം മുതൽ പ്രാബല്യത്തിൽ വരും. 2018 ആരംഭിച്ച പദ്ധതിക്ക് 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കാതലായ മാറ്റങ്ങൾ വരുത്തുന്നത്. വിദ്യാർത്ഥികളുടെ യൂണിഫോം, പാഠപുസ്തകങ്ങൾ എന്നിവയ്ക്കായി നിലവിൽ അനുവദിക്കുന്ന ഫണ്ടിൽ അനുസൃതമായ മാറ്റം വരുത്തും. ഏറെക്കാലമായി ഈ തുക പരിഷ്കരിച്ചിരുന്നില്ല. പദ്ധതി എങ്ങനെയൊക്കെ പരിഷ്കരിക്കണമെന്ന കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായി. നിലവിലുള്ള 60-40 എന്ന അനുപാതത്തിലാണ് കേന്ദ്രവും സംസ്ഥാനവും ധനവിനിയോഗം പങ്കിടുന്നത്. എന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 90-10 എന്ന രീതിയിലാണ്. ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, കുതിച്ചുയരുന്ന കോഴി വിലക്കിടെ ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി ഭീതി പടരുന്നു. ജില്ലയിലെ 4 പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. അമ്പലപ്പുഴ നോർത്ത്, അമ്പലപ്പുഴ സൗത്ത്, കരുവാറ്റ, പള്ളിപ്പാട് എന്നീ പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. നേരത്തെ ജില്ലയിലെ 9 പഞ്ചായത്തുകളിൽ ഓരോ വാർഡുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 11-ാം വാർഡിൽ കാടയിലും, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 6-ാം വാർഡിൽ കോഴിയിലും, കരുവാറ്റ പഞ്ചായത്ത് 1-2 വാർഡുകളിലും, പള്ളിപ്പാട് പഞ്ചായത്തിൽ 1-ാം വാർഡിൽ താറാവിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. പക്ഷിപ്പനി നിയന്ത്രണത്തിന്റെ ഭാഗമായി പ്രഭവ കേന്ദ്രങ്ങൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്തു പക്ഷികളെയും ശാസ്ത്രീയമായി കൊന്ന് നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 4 പഞ്ചായത്തുകളിലായി മൊത്തം 13,785 വളർത്തു പക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷിപ്പനിയുടെ പ്രഭവ കേന്ദ്രങ്ങൾക്ക് 10 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള സർവൈലൻസ് സോണിൽ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ താറാവ്, കോഴി, കാട, മറ്റു വളർത്തു പക്ഷികൾ, അവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം, ഫ്രോസൺ മീറ്റ്, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തലും ഒരാഴ്ചത്തേക്ക് ജില്ലാ കളക്ടർ നിരോധിച്ചു. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ജനുവരി മാസത്തെ റേഷൻ വിതരണം പുരോഗമിക്കുന്നു. നീല വെള്ള റേഷൻ കാർഡുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഈ ഒരു മാസം ലഭിക്കുന്നുണ്ട്. തീർച്ചയായും അക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 3 വർഷത്തിന് ശേഷം ഇതാദ്യമായി നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഈ മാസം മുതൽ ആട്ടയുടെ വിതരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ താലൂക്കിലെയും സ്റ്റോക്ക് അനുസരിച്ച് 1 മുതൽ 2 പാക്കറ്റ് വരെ ആട്ടയാണ് നീല വെള്ള കാർഡുകാർക്ക് ജനുവരി മാസം മുതൽ ലഭിക്കുക. ഭൂരിഭാഗം റേഷൻ കാർഡുകളിലും നീല വെള്ള റേഷൻ കാർഡിനുള്ള ആട്ട സ്റ്റോക്ക് ഇല്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് എത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സംസ്ഥാനത്തെ നിലവിലുള്ള നീല വെള്ള റേഷൻ കാർഡുകാർക്ക്
ഒരു അനുകൂലമായ ചില പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ലഭ്യമായിരിക്കുകയാണ്. സംസ്ഥാനത്തെ അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ, അതായത് പിങ്ക് റേഷൻ കാർഡുകൾ ലഭ്യമായെന്ന് ഉറപ്പുവരുത്തുവാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു ജനുവരി മാസത്തിൽ ഇതിനായുള്ള അപേക്ഷകൾ നൽകാൻ വീണ്ടും അവസരം ലഭിക്കും. ജനുവരി മാസത്തിൽ നീല റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും 2 കിലോ അരി മാത്രമാണ് ലഭിക്കുക. വെള്ള റേഷൻ കാർഡിന് ആകെ ലഭിക്കുന്നതും 2 കിലോ അരി മാത്രമാണ്. അതേസമയം സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നീല വെള്ള റേഷൻ കാർഡുകൾ ഉൾപ്പെടെ എല്ലാ റേഷൻ കാർഡിനും 20 കിലോ അരി കിലോക്ക് 25 രൂപ നിരക്കിൽ വിതരണമുണ്ട്. സ്റ്റോക്കുള്ള ഔട്ട്ലെറ്റുകൾ വഴി ഇവ ലഭിക്കുന്നതാണ്. ഇത് പച്ചരിയായോ പുഴുക്കലരിയായോ ഇഷ്ടമുള്ളത് വാങ്ങാൻ സാധിക്കുകയും ചെയ്യും. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, കേരളത്തിലെ യുവതി യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ നൽകാവുന്നതാണ്. employment.kerala.government.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 18 വയസ്സ് പൂർത്തിയായവരും 30 വയസ്സ് കഴിയാത്തവരുമായിരിക്കണം അപേക്ഷകർ. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, രാജ്യത്തെ അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ ഡിംസ് സർവകലാശാലകൾ, നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ UPSC, സംസ്ഥാന PSC, സർവീസ് സെലക്ഷൻ ബോർഡ്, കര, നാവിക, വ്യോമസേന, ബാങ്ക്, റെയിൽവേ, മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികളോ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ. അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാ ക്രമം അനുസരിച്ചാണ് ഈ ഒരു സാമ്പത്തിക സഹായം ലഭിക്കുക. നൈപുണ്യ പരിശീലനം, മത്സര പരിശീലനം എന്നിങ്ങനെ ഏത് വിഭാഗത്തിലായാലും ഒരു വ്യക്തിക്ക് ഒരു തവണ പരമാവധി ആകെ 12 മാസത്തേക്ക് മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. വിധവ പെൻഷൻ, വികലാംഗ പെൻഷൻ മുതലായവ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, വിവിധ തരം സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ, EPF പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദ വിവരങ്ങൾ അർഹരായിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിനായി നിങ്ങൾക്ക് www.janakshemammedia.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.